ഫ്രണ്ട്സ്, ടൈം റൈഡർ എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ ഈ വീഡിയോയിലൂടെ ട്രാവൽ ചെയ്യാൻ പോകുന്ന നമ്മുടെ NH 544ലൂടെയാണ് നമ്മുടെ സേലം ടു കൊച്ചി റോഡ്. അപ്പോൾ നമുക്ക് വീഡിയോ പാക്കല. അപ്പോൾ നമ്മുടെ വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. പറ്റുമോ നിങ്ങളുടെ ഫ്രണ്ട്സിനെ കൂടെ ഒന്ന് ഫോളോ ചെയ്യണേ. അപ്പോൾ നമുക്ക് വീഡിയോ പാക്കലാം. പിന്നെ ഇത് ഒത്തിരി ടോളുകൾ റൂട്ടാണേ, ഒത്തിരി ടോൾ പ്ലാസകളുണ്ട്. അപ്പോൾ നമുക്ക് ഓരോന്നോരോന്നായിട്ട് കാണാം. അപ്പോൾ നമുക്കിനി NH 544 പറ്റിയുള്ള ഡീറ്റെയിൽസ് കേൾക്കാം. ദേശീയപാത 544 സാധാരണയായി NH 544 എന്ന് വിളിക്കപ്പെടുന്നു. പഴയ നമ്പർ NH 47-1. ദക്ഷിണേന്ത്യയിലെ 340 കിലോമീറ്റർ നീളമുള്ള 210 മൈൽ ദേശീയപാതയാണ്. തമിഴ്നാട്ടിലെ സേലം നഗരത്തെയും കേരളത്തിലെ കൊച്ചി നഗരത്തെയും ബന്ധിപ്പിക്കുന്നു. ഇതിനെ സേലം കൊച്ചി ഹൈവേ എന്നും വിളിക്കുന്നു. സേലം, ഈറോഡ്, കോയമ്പത്തൂർ, പാലക്കാട്, തൃശൂർ, കൊച്ചി തുടങ്ങിയ വിവിധ പ്രധാന നഗരങ്ങളെയും പട്ടണങ്ങളെയും ബന്ധിപ്പിക്കുന്ന ഈ ഹൈവേ കേരളം, തമിഴ്നാട് സംസ്ഥാനങ്ങളിലൂടെ കടന്നുപോകുന്നു. ഇന്ത്യയുടെ ദേശീയപാത ശൃംഖലയുടെ നോർത്ത് സൗത്ത് കോറിഡോർ രൂപപ്പെടുന്ന ദേശീയപാത 44 ഒരു സ്പറാണ് ഇത്. കോയമ്പത്തൂരിന് തെക്ക് കടന്നുപോകുന്നു. കുതിരാൻ റോഡ് ടണൽ ഉൾപ്പെടെ പൂർണ്ണമായി 4 വരിയുള്ള, ഭാഗികമായി 6 വരിയും കേരളത്തിലെ ഏക ഹൈവേയാണ് NH 544. ഇത് മുമ്പ് ദേശീയപാതയായി നിശ്ചയിച്ചിരുന്നു. സേലത്തിനടുത്തുള്ള NH 44 നിന്ന് ആരംഭിച്ച് കോയമ്പത്തൂർ, പാലക്കാട്, തൃശൂർ എന്നിവിടങ്ങളിൽ കൂടി കടന്നു കൊച്ചിയിലെ ഇടപ്പള്ളിയിൽ NH 66 ജംഗ്ഷനിൽ അവസാനിക്കുന്നു. ദേശീയപാത 544 NH 544 പഴയ നമ്പർ NH 47 എന്നും അറിയപ്പെടുന്നു. ദക്ഷിണേന്ത്യയിലെ 340 കിലോമീറ്റർ നീളമുള്ള ദേശീയപാതയാണ്. ഇത് തമിഴ്നാട്ടിലെ സേലത്തെ കേരളത്തിലെ കൊച്ചിയുമായി ബന്ധിപ്പിക്കുന്നു. സേലം കൊച്ചി ഹൈവേ എന്നും ഇത് അറിയപ്പെടുന്നു. സേലം, ഈറോഡ്, കോയമ്പത്തൂർ, പാലക്കാട്, തൃശൂർ, കൊച്ചി എന്നിവയുൾപ്പെടെ കേരളത്തിലെയും തമിഴ്നാട്ടിലെയും നിരവധി പ്രധാന നഗരങ്ങളെയും പട്ടണങ്ങളെയും ഈ ഹൈവേ ബന്ധിപ്പിക്കുന്നു. ഇന്ത്യയുടെ ദേശീയപാത ശൃംഖലയുടെ വടക്കൻ തെക്ക് ഇടനാഴി രൂപപ്പെടുന്ന ദേശീയപാത 44 NH 44 ഒരു വിപുലീകരണമാണിത്. ഇത് കോയമ്പത്തൂരിന്റെ തെക്ക് ഭാഗത്തേക്ക് പോകുന്നു. കുതിരാൻ റോഡ് ടണൽ ഉൾപ്പെടെ കേരളത്തിലെ ഏക 4 വരി, ഭാഗികമായി 6 വരി ഹൈവേയാണ് NH 544. ദേശീയപാത 47 NH 47 എന്നാണ് ഇത് മുമ്പ് അറിയപ്പെട്ടിരുന്നത്. ബാംഗ്ലൂരിനും കോയമ്പത്തൂരിനും ഇടയിലുള്ള നേരിട്ടുള്ള റൂട്ടാണ് NH 544. ഈ റൂട്ടിലെ ഗതാഗതം സ്ഥിരതയുള്ളതിനാലും റോഡ് അടച്ചിടാത്തതിനാലും ഇത് ഏറ്റവും വേഗമേറിയതാണ്. ഈ 360 കിലോമീറ്റർ റൂട്ടിൽ ബാംഗ്ലൂരിനും കോയമ്പത്തൂരിനും ഇടയിലുള്ള യാത്രയ്ക്ക് ഏകദേശം 7 മണിക്കൂർ എടുക്കും. റോഡ് അവസ്ഥകളെക്കുറിച്ചുള്ള ഏറ്റവും കാലികമായ വിവരങ്ങൾക്ക് എപ്പോഴും തത്സമയ മാപ്പുകളും ഉടനടി ട്രാഫിക് അപ്ഡേറ്റുകളും പരിശോധിക്കുക. കേരള റോഡ് സേഫ്റ്റി അതോറിറ്റി KSRA NH 544 ഇടപ്പള്ളി മണ്ണത്തി പാതയിൽ വിപുലമായ ട്രാഫിക് എൻഫോഴ്സ്മെന്റ് സംവിധാനങ്ങൾ സ്ഥാപിക്കുന്നതിന്റെ ആദ്യഘട്ടം പൂർത്തിയാക്കി. സെൻസറുകൾ, ഡിറ്റക്ടറുകൾ, ഉയർന്ന റെസല്യൂഷൻ ക്യാമറകൾ എന്നിവ ഉപയോഗിച്ച് 23 സ്ഥലങ്ങളിലായി 65 ഹൈടെക് സംവിധാനങ്ങൾ ഈ പദ്ധതിയിൽ ഉൾപ്പെടുന്നു. വാഹനങ്ങളുടെ ദൃശ്യങ്ങളും രജിസ്ട്രേഷൻ പ്ലേറ്റുകളും അടിസ്ഥാനമാക്കി നിയമലംഘനങ്ങൾ പിടികൂടുകയും കുറ്റവാളികളെ കണ്ടെത്തുകയും നോട്ടീസ് നൽകുകയും ചെയ്യും. 2011 മുതൽ 2020 വരെയുള്ള റോഡ് സുരക്ഷയ്ക്കായുള്ള പ്രവർത്തനത്തിന്റെ ദശാബ്ദത്തിൽ റോഡ് സുരക്ഷ പ്രോത്സാഹിപ്പിക്കുന്നതിനുള്ള പ്രതിജ്ഞാബദ്ധതയുടെ ഭാഗമായാണ് KSRAയും മോട്ടോർ വാഹന വകുപ്പും കെൽട്രോണിന്റെ സാങ്കേതിക പിന്തുണയും ചേർന്ന് ഈ പദ്ധതി നടപ്പാക്കുന്നത്. NH 544 ഈ റൂട്ടിലുള്ള റെസ്റ്റോറന്റുകൾ സൺ ഫാസ്റ്റ് ഫുഡ്, പ്യുവർ വെജ്, ഹൊസൂർ, അവിടെ വെജിറ്റേറിയൻ, സൗത്ത്, നോർത്ത് ഇന്ത്യൻ വിഭവങ്ങൾ കുടുംബങ്ങൾക്കും കുട്ടികൾക്കും അനുയോജ്യമായ അന്തരീക്ഷത്തിൽ വിളമ്പുന്നു. ന്യൂ ശക്തി ഫാസ്റ്റ് ഫുഡ്,
കൃഷ്ണഗിരി ചൈനീസ് വിഭവങ്ങളും ബിരിയാണിയും മിതമായ നിരക്കിൽ നൽകുന്ന ഒരു ഫാസ്റ്റ് ഫുഡ് റെസ്റ്റോറന്റാണിത്. ടാങ്കറിൻ ദി വേൾഡ് കിച്ചൺ, സേലം ഉയർന്ന നിലവാരമുള്ള വെജിറ്റേറിയൻ, നോൺ വെജിറ്റേറിയൻ നിരക്കുകൾ നൽകുന്ന റാഡിസൺ സേലത്തിന്റെ ഭാഗമാണ് ഈ റെസ്റ്റോറന്റ്. അടയാർ ആനന്ദഭവൻ A2B വെജ് റെസ്റ്റോറന്റ്, പെരുന്തുറൈ വെജിറ്റേറിയൻ ദക്ഷിണേന്ത്യൻ വിഭവങ്ങൾ വിളമ്പുന്ന ഒരു കുടുംബ സൗഹൃദ റെസ്റ്റോറന്റ് ഫ്രാഞ്ചൈസി. NH 544 ഈ റൂട്ടിൽ കാണേണ്ട ജനപ്രിയ കാഴ്ചകൾ. സ്മാരകങ്ങൾ. തോരപ്പള്ളിയിലെ രാജാജി സ്മാരകം, ഇന്ത്യയുടെ അവസാന ഗവർണർ ജനറലായ ചക്രവർത്തി രാജഗോപാലാചാര്യയുടെ ജന്മസ്ഥലത്തെയും മുൻ വസതിയെയും അനുസ്മരിക്കുന്ന ഒരു മ്യൂസിയമാണിത്. കൃഷ്ണഗിരി സർക്കാർ മ്യൂസിയം, ആർക്കിയോളജിക്കൽ മ്യൂസിയം, കൃഷ്ണഗിരി. ഈ മ്യൂസിയത്തിൽ ശിലായുഗം മുതലുള്ള പുരാവസ്തു പ്രദർശനങ്ങളുണ്ട്. അരുൾമികു സുഗവനേശ്വരർ സ്വാമി ക്ഷേത്രം, സേലം. ഗോപുരങ്ങളാൽ ശ്രദ്ധേയമായ 500 വർഷം പഴക്കമുള്ള ശിവക്ഷേത്രമാണിത്. കലിംഗരായൻ ആനിക്കട്ട്, ഭവാനി. ഭവാനി നദിയിൽ 13ാം നൂറ്റാണ്ടിൽ നിർമ്മിച്ച പ്രസിദ്ധമായ പ്രാദേശിക അണക്കെട്ടാണിത്. കാഴ്ചകൾക്ക് മികച്ചതാണ്. ഫ്രണ്ട്സ്, അപ്പോൾ നമ്മുടെ NH 544 പറ്റിയുള്ള ഡീറ്റെയിൽസ് കേട്ടായിരുന്നല്ലോ. അപ്പോൾ നമുക്ക് ഈ റൂട്ടിൽ പോകുന്ന കാഴ്ചകളെല്ലാം നമ്മൾ ഇതിൽ കൊടുത്തിട്ടുണ്ട്. ആക്ച്വലി നമ്മൾ ആ സീനറി ഭാഗത്തോടൊന്നും പോയില്ലായിരുന്നു, ജസ്റ്റ് ട്രാവൽ ചെയ്തുള്ളൂ. അപ്പോൾ നമ്മളിപ്പോൾ ട്രാവൽ ചെയ്യണ കോയമ്പത്തൂർ ഡിസ്ട്രിക്റ്റിലൂടെയാണ്. നമ്മുടെ സ്ഥലം വരുന്ന ഏകദേശം നമ്മുടെ നിലമ്പൂർ ഏരിയ എവിടെയൊക്കെയാണ്. എന്തായാലും റോഡ് കണ്ടീഷൻ കൊള്ളാം. പിന്നെ ചില ഭാഗത്തൊക്കെ കുണ്ടും കുഴിയുണ്ട്, അതുകൊണ്ട് സൂക്ഷിക്കുക. എന്തായാലും കേരളം വെച്ച് നോക്കുമ്പോൾ തമിഴ്നാട് റോഡ് കേരളത്തിനെക്കാട് നല്ല ഇമ്പ്രൂവ്മെന്റ് ഉണ്ട്. അപ്പോൾ നമുക്ക് നേരെ നോക്കുമ്പോൾ തന്നെ ഒരു കിടക്കാച്ചി മല കാണാൻ പറ്റുന്നുണ്ട്. എനിക്ക് തോന്നുന്നത് ആ മല പിന്നെ നമ്മുടെ മലമ്പുഴ ഏരിയയൊക്കെ ആയിരിക്കണം. എന്തായാലും അടിപൊളിയാണ്. നമ്മൾ റൈഡ് ചെയ്യാൻ നേരത്ത് ഒരു രക്ഷയില്ല. അങ്ങനെ നമ്മളിത് കേരള തമിഴ്നാട് ബോർഡർ എത്താറായിട്ടുണ്ട്. നമ്മുടെ വാലയാർ ഭാഗത്ത് വാലയാർ ചെക്ക് പോസ്റ്റിൻ്റെ അവിടെ എത്താറായിട്ടുണ്ട്. ഒരു രക്ഷയില്ല കേട്ടാ, സൂപ്പർ എന്ന് പറഞ്ഞാൽ സൂപ്പറാണ്. പക്ഷെ നമ്മൾ ഈ റൂട്ടിലൂടെ പോകുമ്പോഴത്തേക്ക് നമുക്ക് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ നേച്ചർ ശരിക്കും മിസ്സാവുന്നുണ്ട്. ആക്ച്വലി ആ മലമ്പുഴ ഏരിയയിലേക്ക് പോകുമ്പോഴത്തേക്കും നല്ല പൊളിയാണ്. കാരണം റൈറ്റ് സൈഡിലോട്ട് പോകുമ്പോൾ തന്നെ നല്ലൊരു കിടുക്കാച്ചി മലേൻ്റെ വ്യൂ കാണുന്നുണ്ട്. പക്ഷേ നമ്മുടെ ക്യാമറയിൽ എത്രമാത്രം വിസിബിൾ ആണെന്നൊരു പറയാൻ പറ്റുമൊന്നുമില്ല. പക്ഷെ കണ്ണുകൊണ്ട് നല്ല വിസിബിൾ. നേരെ കാരണം മലയിൽ റൈറ്റ് സൈഡിലും കുറച്ച് മലകളുണ്ടായിരുന്നു, പക്ഷെ ക്യാമറയിൽ അത്രമാത്രം ക്ലിയർ അല്ലെന്ന് എനിക്ക് തോന്നുന്നത്. അപ്പം നമ്മളിപ്പോൾ ഒരു ഫ്ലൈ ഓവറാണ് കയറിക്കൊണ്ടിരിക്കുന്നത്. കാരണം ഓൾമോസ്റ്റ് നമ്മൾ കേരള തമിഴ്നാട് ബോർഡർ എത്താറായിട്ടുണ്ട്. ഒരു രക്ഷയാണ്. നമുക്ക് തന്നെ സ്പീഡിൽ തന്നെ വണ്ടി ഓടിച്ച് പോകാൻ പറ്റും കേട്ടോ. ഇവിടെ നമുക്ക് സ്പീഡ് ക്യാമറ അങ്ങനെയൊന്നും യാതൊന്നും കണ്ടില്ലായിരുന്നു. പക്ഷേ നമ്മുടെ കേരളം കഴിയുമ്പോൾ നമുക്ക് നോക്കണ്ട എത്ര സ്പീഡ് ക്യാമറ നമുക്ക് കിട്ടുമെന്നുള്ളത്. അങ്ങനെ നമ്മളിതാ തമിഴ്നാട് കേരള ബോർഡറായ വാലയാർ ഭാഗത്ത് എത്തിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ നമ്മളിപ്പോൾ ഉള്ളത് തമിഴ്നാട്ടിലാണ്. ബോർഡറിനെ തൊട്ടടുത്ത് എത്തിയിട്ടുണ്ട്. ഒരു പാലം കടക്കുമ്പോൾ തന്നെ നമ്മളിത് കേരളത്തിലേക്ക് പ്രവേശിക്കുന്നതാണ്. നമ്മൾ ഇത്രയും വന്നപ്പോൾ യാതൊരു സ്പീഡ് ക്യാമറയും ഒന്നും കണ്ടില്ലായിരുന്നു. ഇനി കേരളത്തിൻ്റെ അപ്പുറം ഇറങ്ങിയുമ്പോൾ കാറും കംപ്ലീറ്റ്ലി സ്പീഡ് ക്യാമറയുടെ ടൈം ആയിരിക്കും. അങ്ങനെ നമ്മളിതാ കേരളത്തിലേക്ക് പ്രവേശിക്കാനായിട്ട് പോവുകയാണ്. ഈ പാലം കഴിഞ്ഞപ്പുറം നമ്മുടെ കേരളമാണ്. ഈ പാലത്തിൻ്റെ ഇപ്പുറം തന്നെ നമ്മുടെ കോയമ്പത്തൂർ തമിഴ്നാട്. കണ്ട കേരളത്തിൻ്റെ ബസ്സൊക്കെ വെയിറ്റാണത്. അങ്ങനെ നമ്മളിതാ കേരളത്തോട്ട് പ്രവേശിച്ചു. ഇനി നമ്മൾ സൂക്ഷിച്ചിങ്ങനെ ഡ്രൈവ് ചെയ്യണം. കാരണം റോഡിൻ്റെ വീതിയും കുറഞ്ഞു, സ്പീഡ് ലിമിറ്റും കൂടെ കുറവാണല്ലോ. ഇവിടെ മാക്സിമം സ്പീഡ് ലിമിറ്റ് വന്നത് 80-90 മാക്സിമം 80 പോയാണെങ്കിൽ സേഫ്. 80 പോകണമെങ്കിൽ സേഫ് അല്ല. കാരണം അപ്പം നമ്മളിതാ പന്നിയങ്കര ടോൾ പ്ലാസയിലോട്ട് കയറുകയാണേ. ഇവിടുത്തെ ടോൾ ചാർജ് വരുന്നത് 110 രൂപ ഉണ്ടോ. ആക്ച്വലി റോഡിൻ്റെ വർക്കൊന്നും കംപ്ലീറ്റ് ആകാൻ തന്നെ നമ്മൾ ഇത്രയും വലിയൊരു എമൗണ്ട് കൊടുക്കുന്നത് എനിക്കൊരു നഷ്ടമായിട്ട് തോന്നിയായിരുന്നു. അപ്പം നമ്മളിത് ടോൾ പ്ലാസയിലോട്ട് കയറി. പിന്നെ ഫാസ്റ്റാഗ് ഉള്ളതുകൊണ്ട് നമുക്ക് ക്യൂ നിൽക്കേണ്ടത് അങ്ങനെയൊന്നും വന്നില്ല. പിന്നെ നമ്മൾ വന്ന സമയത്തും വലിയ ട്രാഫിക് ഇഷ്യൂ ഒന്നും കണ്ടില്ലായിരുന്നു. പക്ഷെ റോഡൊന്നും അത്ര നല്ല കണ്ടീഷനൊന്നും അല്ല കേട്ടോ. കുറച്ച് കഴിയുമ്പോൾ ഞാൻ കാണിച്ചു തരാം കേട്ടോ. അങ്ങനെ നമ്മളിത് ടോൾ പ്ലാസ കടക്കാൻ വേണ്ടി വെയിറ്റ് ചെയ്യുകയാണ്. ഇവിടുത്തെ റേറ്റ് വരുന്നത് 110 രൂപയാണ് കേട്ടോ കാറിന്, വൺ സൈഡ്. അങ്ങനെ നമ്മളിതാ ടോൾ പ്ലാസ കടന്നു. നോക്കാം എങ്ങനെയുണ്ടെന്നുള്ളത്. അത് റീഡ് ചെയ്തു. നമ്മളിതാ പോകാൻ പോകുന്നു. ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഫാസ്റ്റാഗ് വണ്ടി ഓഫ് ചെയ്യാതെ തന്നെ റീഡ് ചെയ്യാൻ അവരുടെ ടെക്നോളജി ഉണ്ടായിരുന്നെങ്കിൽ വളരെ യൂസ്ഫുൾ ആയിരുന്നു. കാരണം നമ്മളെ സമയമാണ് അവിടെ വേസ്റ്റ് ആവുന്നത്. അതുപോലെ തന്നെ ബ്രേക്ക് കിട്ടുമ്പോൾ നമ്മുടെ ബ്രേക്ക് പാഡ് നന്നായിട്ട് ചെയ്യുന്നുണ്ട്. കണ്ട റോഡിനോടൊക്കെ നോക്കിയേ, നമുക്ക് കുറച്ച് പാച്ച് വർക്ക് കാണാൻ പറ്റും. പിന്നെ ഈ ഭാഗത്തിന് ഒത്തിരി ഫ്ലൈ ഓവറിൻ്റെ വർക്ക് നടക്കുന്നുണ്ടായിരുന്നു. പിന്നെ റോഡ് കുറച്ചും കൂടി വീതി കൂട്ടാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ടായിരുന്നു. കണ്ട ഈ ഭാഗത്തെ റോഡ് വലിയ കുഴപ്പമുണ്ടല്ലോ. പക്ഷെ എന്നാലും നമുക്ക് ഹൈ സ്പീഡിൽ പോകാൻ അത്ര സേഫ് അല്ല. ചെറിയ രീതിയിലുള്ള വളവും തിരിവൊക്കെ ഉണ്ട്. നമ്മളിപ്പോൾ ട്രാവൽ ചെയ്യുന്നത് പാലക്കാട് ജില്ലയിലാണ്, നമ്മുടെ വാലയാർ ഏരിയയാണ്. അടിപൊളിയാണ്. പക്ഷെ പണ്ട് ഞാൻ പോയപ്പോഴത്തേക്ക് ഇവിടെ നല്ല രീതിയിൽ ഇപ്പം മാറ്റം വന്നിട്ടുണ്ട് കേട്ടോ. അതുകൊണ്ട് ഒരു പിടിയും കിട്ടില്ല.
ഫ്രണ്ട്സ്, അപ്പം നമ്മളിത് ട്രാവൽ ചെയ്ത് നമ്മുടെ കുതിരാൻ ടണലിൻ്റെ ഭാഗത്തെത്തി. അപ്പോൾ നമുക്ക് ഇനി കുതിരാൻ ടണലിനെ പറ്റിയുള്ള ഡീറ്റെയിൽസ് കേൾക്കാം. ദക്ഷിണേന്ത്യൻ സംസ്ഥാനമായ കേരളത്തിലെ ഒരു ഇരട്ട ട്യൂബ് 6 വരി ഹൈവേ ടണലാണ് കുതിരാൻ തുരങ്കം. നാഷണൽ ഹൈവേ 544-ൽ സ്ഥിതി ചെയ്യുന്ന തുരങ്കം നാഷണൽ ഹൈവേ അതോറിറ്റി ഓഫ് ഇന്ത്യയുടെ ഉടമസ്ഥതയിലുള്ളതും പ്രവർത്തിപ്പിക്കുന്നതുമാണ്. റോഡ് ഗതാഗതത്തിനുള്ള കേരളത്തിലെ ആദ്യത്തെ തുരങ്കവും ദക്ഷിണേന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ 6 വരിപ്പാത തുരങ്കവുമാണ് ഇത്. 1, 2, 3 തുരങ്കത്തിന്റെ നിർമ്മാണം 2016-ൽ ആരംഭിച്ച് 2021 ഡിസംബറോടെ പൂർത്തിയാക്കി. 4. സാമൂഹിക പ്ലാറ്റ്ഫോമായ ട്വിറ്റർ വഴി റോഡ് ഗതാഗത ഹൈവേ മന്ത്രി നിതിൻ ഗഡ്കരി ഇരട്ട ട്യൂബ് ടണലുകളിലൊന്ന് തുറക്കുന്നതായി പ്രഖ്യാപിച്ചു. 5, 6 രണ്ടാമത്തെ തുരങ്കം 2022 ജനുവരിയിൽ തുറന്നു. ആനമലൈ കുന്നുകളുടെ പടിഞ്ഞാറ് ഭാഗത്ത് കുതിരൻ മലനിരകളിലാണ് കുതിരൻ ഗ്രേഡിയന്റ് സ്ഥിതി ചെയ്യുന്നത്. പീച്ചി വാഴാനി വന്യജീവി സങ്കേതത്തിന്റെ ഭാഗമാണ് കുന്നുകൾ. കോയമ്പത്തൂർ, സേലം, ചെന്നൈ, ബംഗളൂരു എന്നിവിടങ്ങളിൽ നിന്നുള്ള ദീർഘദൂര ഗതാഗതം ഉപയോഗിക്കുന്ന 6 വരി ദേശീയപാത 544 ഇന്ത്യയുടെ തിരക്കേറിയ തൃശൂർ പാലക്കാട് പാതയിൽ കുതിരാൻ ഗ്രേഡിയന്റ് ഒരു വലിയ ഗതാഗത തടസ്സവും അപകട സ്ഥലവുമായിരുന്നു. ഹൈവേ രൂപകൽപ്പന ചെയ്യുമ്പോൾ നിർമ്മിക്കാൻ പദ്ധതിയിട്ടിരുന്ന മിസ്സിംഗ് ലിങ്കായിരുന്നു അത്. ഭൂമിശാസ്ത്രപരവും ഭരണപരവുമായ വെല്ലുവിളികൾ കാരണം തുരങ്കത്തിന്റെ പണികൾ പൂർത്തിയാകാൻ ഒരു ദശാബ്ദത്തിലേറെ സമയമെടുത്തു. 2009-ൽ പദ്ധതിക്ക് അംഗീകാരം ലഭിച്ചെങ്കിലും 2016-ൽ മാത്രമാണ് തുരങ്കത്തിന്റെ പണി തുടങ്ങിയത്. പണികൾ പൂർത്തിയാകുമ്പോൾ 2 തുരങ്കങ്ങളും കൊച്ചിയിൽ നിന്നും കോയമ്പത്തൂരിലേക്കുള്ള ദൂരം 3 കിലോമീറ്റർ 1.86 മൈൽ കുറച്ചെങ്കിലും. കുന്നുകൾക്കിടയിലൂടെ സഞ്ചരിക്കാൻ ശ്രമിക്കുന്ന ഭാരവാഹനങ്ങൾ മൂലം ഗതാഗതക്കുരുക്കുണ്ടായതിനാൽ യാത്രാസമയം മണിക്കൂറുകളോളം കുറഞ്ഞു. 2018 ഓഗസ്റ്റിൽ 2018-ലെ കേരളത്തിലെ വെള്ളപ്പൊക്കത്തിൽ അടിയന്തര വാഹനങ്ങൾ കടന്നുപോകുന്നതിനായി തുരങ്കം തുറന്നു. 2019 ജൂണിൽ കുതിരാൻ പാലത്തിലുണ്ടായ അപകടത്തെ തുടർന്ന് ഗ്രിഡ് ലോക്ക് ഉണ്ടായതിനെ തുടർന്ന് 4 മണിക്കൂറോളം തുരങ്കം തുറന്നിരുന്നു. 7, 2020 ഒക്ടോബറിൽ ഒരു അപകടത്തെ തുടർന്ന് ഒരു ഗ്രിഡ് ലോക്ക് സംഭവിച്ചു. ഇരുവശങ്ങളിലും കിലോമീറ്ററുകളോളം നീണ്ട ക്യൂകൾ നീണ്ടു. നിർമ്മാണത്തിലിരിക്കുന്ന തുരങ്കം താൽക്കാലികമായി തുറന്നതിന് ശേഷം വൈകുന്നേരം മാത്രമാണ് ഗതാഗതം പുനരാരംഭിച്ചത്. 8, 2020 ഡിസംബർ 31-ന് കുതിരാനിൽ 7 വാഹനങ്ങൾ കൂട്ടിയിടിച്ചുണ്ടായ അപകടത്തിൽ 3 പേർ മരിച്ചു. അടിക്കടിയുള്ള അപകടങ്ങൾ കാരണം ഇത്തരത്തിലുള്ള ഗ്രിഡ് ലോക്കുകൾ ഈ സ്ഥലത്ത് പതിവായി സംഭവിക്കാറുണ്ട്. ഇതിനെക്കുറിച്ച് അറിയാവുന്ന ആളുകൾ വിശ്വസനീയമായ യാത്രാ സമയത്തിനായി ബദൽ ദൈർഘ്യമേറിയ റൂട്ടുകൾ തിരഞ്ഞെടുക്കുന്നു. 2019-ലെ വിവരാവകാശ നിയമപ്രകാരം നടത്തിയ അന്വേഷണത്തിൽ കഴിഞ്ഞ 10 വർഷത്തിനിടെ അപകടങ്ങൾ മൂലം 235 പേർ ഈ മേഖലയിൽ മരിച്ചതായി കണ്ടെത്തി. 9, 2020 ജനുവരിയിൽ പവർ ഗ്രിഡ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യയുടെ തൃശൂരിനും പാലക്കാടിനുമിടയിലുള്ള ഭൂഗർഭ കേബിളിംഗ് ജോലികൾ സുഗമമാക്കുന്നതിന് തുരങ്കം ഭാഗികമായി തുറന്നു. 10, നിതിൻ ഗഡ്കരി ട്വിറ്ററിലൂടെ നടത്തിയ പ്രഖ്യാപനത്തെ തുടർന്ന് 2021 ജൂലൈ 31-ന് പാലക്കാട്, തൃശൂർ ദിശയിലുള്ള 2 തുരങ്കങ്ങളിലൊന്ന് ഗതാഗതത്തിനായി ഔദ്യോഗികമായി തുറന്നുകൊടുത്തു. ഹൈദരാബാദ് ആസ്ഥാനമായുള്ള KMC കമ്പനിയാണ് പ്രഗതി ഗ്രൂപ്പിന് ഉപകരാർ നൽകിയത്. 200 കോടി രൂപക്കാണ് പ്രഗതി ഉപകരാർ ഏറ്റെടുത്തത്. ഹൈദരാബാദ് ആസ്ഥാനമായുള്ള KMC കമ്പനിയാണ് പ്രഗതി ഗ്രൂപ്പിന് ഉപകരാർ നൽകിയത്. 200 കോടി രൂപക്കാണ് പ്രഗതി ഉപകരാർ ഏറ്റെടുത്തത്. ഫ്രണ്ട്സ്, നമ്മുടെ കുതിരാൻ ടണലിൻ്റെ നമ്മൾ പുറത്തിറങ്ങി. അപ്പോൾ അതിനെപ്പറ്റിയുള്ള ഡീറ്റെയിൽസ് കേട്ടായിരുന്നല്ലോ. എന്തായാലും ഒരു രക്ഷയില്ല. അപ്പോൾ നമുക്കിനി ഇവിടത്തെ കുറച്ച് കാഴ്ചകൾ കാണാം. എന്തായാലും പണ്ടത്തോട് പോകട്ടോ. അപ്പോൾ കണ്ട, ആക്ച്വലി ഇത് ടോളുള്ള റോഡാണ്. എന്നിട്ട് റോഡിൻ്റെ വർക്കൊന്നും കംപ്ലീറ്റ് ആയിട്ടില്ല. നമ്മളിപ്പോൾ പോകുന്ന ചെറിയൊരു കുണ്ടും കൂടിയുള്ള ഏരിയ, ചെറുതല്ല, അത്യാവശ്യം നല്ലൊരു കട്ടുള്ള ഏരിയയാണ്. കണ്ട, റൈറ്റ് സൈഡിൽ തന്നെ ഫ്ലൈ ഓവറിൻ്റെ അല്ലെങ്കിൽ ഓവർ ബ്രിഡ്ജിൻ്റെ വർക്ക് നടക്കുന്നേ ഉള്ളൂ. ശരിക്കും പറഞ്ഞാൽ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളെ ഈ ഫ്ലൈ ഓവർ അല്ലെങ്കിൽ ഓവർ ബ്രിഡ്ജിൻ്റെ വർക്ക് കംപ്ലീറ്റ് ആയിട്ടുണ്ടേ ടോളിരിക്കാനായിട്ട്. പക്ഷേ ഇവിടെ വർക്കേഴ്സിന് ആരെയും കാണുന്നുമില്ല. അപ്പം നല്ല സ്ലോയിലാണെന്നാണ് വർക്ക് നടക്കുന്നത്. എന്തായാലും ഇത് ടോളുള്ള റോഡാണ്. അത് 110ഉം 90ആണ്. നമ്മുടെ പന്നയങ്കരയിൽ വരുന്നത് 110ഉം പിന്നെ പാളയങ്കര വരുന്നതും 90 രൂപയാണ് ടോൾ ചാർജ്. ആ റേറ്റിനുള്ള ഫെസിലിറ്റീസ് ഇല്ല. പിന്നെ ഒരു 80% റോഡ് ഓക്കെയാണ്. 20% റോഡ് വളരെ മോശമാണ് കേട്ടോ. അപ്പം നമ്മളിതാ വീണ്ടും നമ്മുടെ യാത്ര തുടങ്ങി. നേരെ കൊച്ചിയിലേക്കാണ് നമ്മൾ പോകുന്നത്. കണ്ട് ഇവിടെയൊക്കെ കുറേ ഭാഗത്ത് കാണാൻ പറ്റും കുണ്ടും കൂടി ജസ്റ്റ് ഒരു പാച്ച് വർക്ക് ചെയ്തേക്കണതിൻ്റെയൊക്കെ. അത് ക്യാമറയിൽ എത്രമാത്രം വിസിബിൾ ആണെന്ന് നമുക്ക് പറയാൻ പറ്റുന്നില്ല. കണ്ട, ഇവിടെ ഒന്നിൻ്റെ വർക്ക് കംപ്ലീറ്റ് ആയിട്ടില്ല. നോക്കിക്കോ, അങ്ങനെ ഇതാ സ്പീഡ് കൺട്രോൾ വന്നു. നമ്മൾ ലെഫ്റ്റിലേക്ക് എടുത്തു. ഇവിടെയും ഫ്ലൈ ഓവറിൻ്റെ വർക്ക് നടക്കുവാണ് കേട്ടോ. കണ്ട, റോഡ് നോക്കിയേ. ശോകം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അന്യായ ശോകമാണ്. ഓർക്കണം, ഇതൊരു ടോളർ റോഡാണെന്നുള്ളത്. ശരിക്കും പറഞ്ഞാൽ ടോളർ റോഡുണ്ടെങ്കിൽ ഇങ്ങനെയൊന്നും പാടില്ലണ്ട. വർക്കേഴ്സിനെ പോലും കാണുന്നില്ല നമ്മൾ പോയ സമയത്ത്. പിന്നെ എങ്ങനെയാണെന്നുള്ളത് കണ്ടറിയാം. ഉടനെ വർക്ക് കംപ്ലീറ്റ് ആകുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. കണ്ടത് ആ രീതിയിലുള്ള പൊടി ഭാഗത്തൊക്കെ ഉണ്ട്. എന്തായാലും കോടമഞ്ഞല്ല, പൊടിമഞ്ഞാണ്.
വീണ്ടും നമ്മൾ ആ റോഡിലൂടെ തന്നെ പ്രവേശിച്ചു. കണ്ട നോക്കിയേ, ഈ പൊടിയൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യണം, കാരണം പണി കിട്ടും. അപ്പം നമ്മളിതാ പാളയങ്ങാട് ടോൾ ബസ്സിലെത്തി. അതോടെ നമ്മുടെ വീഡിയോ വൈൻഡപ്പ് ചെയ്യും. ഇവിടുത്തെ ടോൾ ചാർജ് 90 രൂപയാണ്. ഓൾറെഡി ഇപ്പോൾ 5 വണ്ടീനെക്കാട്ടും കൂടുതൽ ക്യൂ ഉണ്ട്. എന്തായാലും നമ്മൾ വന്ന സമയത്ത് കാര്യമായിട്ടുള്ള ബ്ലോക്കൊന്നും ഉണ്ടായില്ല. അപ്പോൾ ലോറിക്കാരൻ ബാക്ക് എടുക്കുന്നുണ്ട്, എന്താ സംഭവം എന്ന് അറിയത്തില്ല. നമ്മളപ്പോൾ ഇനി ലെഫ്റ്റ് പിടിച്ചിട്ട് അടുത്ത ട്രാക്കിലോട്ട് കയറാൻ നോക്കാം. കണ്ടോ, ശരിക്കും പറഞ്ഞാൽ 5 വണ്ടി കൂടുതലുണ്ടെങ്കിൽ ആ ടോൾ ഓപ്പണാക്കി വിടുന്നതാണ്. എന്തായാലും അധികം നേരം വെയിറ്റ് ചെയ്യണമെന്നില്ലായിരുന്നുണ്ടോ. സാധാരണ കിലോമീറ്ററോളം ക്യൂ കാണാറുണ്ട്. അങ്ങനെ നമ്മൾ ഇപ്പുറത്തെ ട്രാക്കിലേക്ക് വന്നു, നേരെ പോവുകയാണ് കേട്ടോ. ആക്ച്വലി ഫാസ്റ്റാഗ് ഉള്ളതുകൊണ്ട് നമുക്ക് അധികം നേരം ഇവിടെ സ്പെൻഡ് ചെയ്യേണ്ടത് തോന്നുന്നു. അങ്ങനെ നമ്മളിതാ ടോൾ പാസ് കടന്നു. വെയിറ്റിംഗ് ടു കടക്കൽ. ടോൾ റേറ്റ് വന്നത് 90 രൂപയാണേ. എന്തായാലും ഇവിടെ കിടന്ന് എപ്പോഴും നാട്ടുകാരുടെ തല്ലുള്ള വീഡിയോസ് നമ്മുടെ ചാനൽ എപ്പോഴും കാണാറുണ്ട്, നമ്മൾ യൂട്യൂബിൽ എപ്പോഴും കാണാറുണ്ട്. അങ്ങനെ നമ്മളിതാ കിടന്നു, നമ്മുടെ ഫ്രണ്ടിലത്തെ വണ്ടി കടന്നു. പിന്നെ നമ്മളുടെ ചാൻസാണ്. ആക്ച്വലി ശരിക്കും പറഞ്ഞാൽ റെഡ് ലൈറ്റ് ഗ്രീൻ ആകണ്ടേ, നോക്കിക്കോട്ടെ. ആ ലൈറ്റ് പോലും ഗ്രീൻ ആകാത്തതുകൊണ്ട് നമുക്ക് തന്നെ ഒരു കൺഫ്യൂസ് ആയിരുന്നു. കണ്ട, ഗ്രീൻ ആകുന്നില്ല. നമ്മളുടെ ബാരക്കറ്റ് അടഞ്ഞില്ലായിരുന്നു. കണ്ട ഓൾറെഡി. അപ്പം ഞാൻ സ്റ്റോപ്പ് ചെയ്ത്, കാരണം പച്ചത്തിലല്ലേ പോകേണ്ടത്. അപ്പോൾ പറഞ്ഞ് മറ്റേ പുള്ളി പോയിക്കോളാൻ പറഞ്ഞു. അപ്പം നമ്മുടെ വീഡിയോ വൈൻഡപ്പ് ചെയ്യാൻ ടൈമായി. താങ്ക്സ് ഫോർ വാച്ചിങ്. പ്ലീസ് ഡോണ്ട് ഫോർഗെറ്റ് ടു സബ്സ്ക്രൈബ് അവർ യൂട്യൂബ് ചാനൽ.